ബാർകോഴ ആരോപണത്തെ തുടർന്ന് എലഗൻസ് ബാറുകളിലും ഉടമയുടെ വീട്ടിലും ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 20 കോടിയുടെ കണക്കിൽപ്പെടാത്ത നിക്ഷേപത്തിന്റെ തെളിവ് ലഭിച്ചു. കൂടുതൽ പരിശോധനയ്ക്കായി കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും നിരവധി രേഖകളും ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തു. കൊല്ലത്തെ വ്യവസായി സുനിൽ സ്വാമിയുടെ പാലക്കാട്ടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് ഇന്നു രാവിലെ റെയ്ഡ് തുടങ്ങി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ തുടങ്ങിയ പരിശോധന ഇന്നും തുടരുകയാണ്. എലഗൻസ് ബാർ ഉടമയുടെ വീട്ടിലും 9 ബാറുകളിലുമാണ് ആദായനികുതി വകുപ്പ് പരിശോധന നടത്തുന്നത്. പ്രാഥമിക പരിശോധന പൂർത്തിയായപ്പോൾ 20 കോടിയുടെ കണക്കിൽപ്പെടാത്ത നിക്ഷേപത്തിന്റെ വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് ലഭിച്ചു. ബാറുകളിൽ നിന്നും ഉടമയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും മറ്റു രേഖകളും വിശദമായി പരിശോധിച്ചാൽ മാത്രമേ നികുതി വെട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ധനമന്ത്രി KM മാണിക്ക് എലഗൻസ് ബാർ ഉടമ 2 കോടി രൂപ കോഴ നൽകിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. വിജു രമേശ് ആദായനികുതി വകുപ്പിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ധനമന്ത്രിക്ക് എലഗൻസ് ബാർ ഉടമ കോഴ നൽകിയതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇക്കാര്യങ്ങൾ ആദായനികുതി വകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കൊല്ലത്തെ വ്യവസായി സുനിൽ സ്വാമിയുടെ വീട്ടിലെ പരിശോധനയും പൂർത്തിയായിട്ടില്ല. സുനിൽ സ്വാമിയുടെ പാലക്കാട്ട് ചെർപ്പുളശ്ശേരിയിലെ വീട്ടിൽ രാവിലെ പരിശോധന തുടങ്ങി. സുനിൽ സ്വാമിയുടെ മൊഴിയെടുക്കാനും ആദായനികുതി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും വാങ്ങിയ 5 കോടി രൂപ ധനമന്ത്രി KM മാണിയുടെ വീട്ടിൽ ബാറുടമകളിൽ ചിലർ എത്തിച്ചതായി ശബ്ദരേഖയിൽ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇക്കാര്യം ആദായനികുതി വകുപ്പ് പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടർ, കൊച്ചി.